ഹായ് ഹലോ കല്ലമ്പലം മീഡിയ എന്ന് നിൽക്കുന്നത് നമ്മുടെ കല്ലമ്പലം റോസ്റ്റേൽ TTI DED എന്ന് പറയും നമ്മുടെ DED കോളേജിലാണ്. അപ്പോൾ ഇവിടെ ഇന്നൊരു പ്രകടനം കണ്ടതിന് ശേഷം ആ ഒരു പ്രകടനത്തിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അപ്പം ആ പ്രകടനം കാഴ്ചവെച്ച മജീഷ്യൻ ഹാരിസ് താഹയോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം സാർ ചെയ്തത് ഇപ്പം പ്രേക്ഷകരോട് ഇതിനകം തന്നെ കണ്ടു കാണും, നമ്മുടെ വാഗൺ ട്രാജഡി ആയിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്. അപ്പം വാഗൺ ട്രാജഡി മാജിക്കും കൂടി കൊണ്ടുവരാനുള്ളൊരു പ്രചോദനം. മാജിക് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു കലയാണ്. ഞാൻ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുട്ടികളുമായിട്ട് നോർമലി പഠിപ്പിക്കുന്ന പകരം മാജിക് കൂടി മിക്സ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഇവരുടെ മൈൻഡിലേക്ക് കൂടുതൽ അങ്ങിരിക്കും. ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും ചരിത്രം മാത്രമല്ല, ഏതായാലും ഏത് സബ്ജക്റ്റ് ആയാലും ഞാൻ പണ്ടൊരു ട്യൂഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മാത്സ് ആയാലും മാജിക് ഉണ്ട്. അപ്പം മാജിക്കിനെ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഇതിരിക്കും. ഇന്ന് ഇവിടെ ഇത് കണ്ട ഈ കുട്ടികൾ, അധ്യാപക വിദ്യാർത്ഥികൾ ആരും തന്നെ ഇത് ജീവിതത്തിൽ മറക്കില്ല. മാജിക് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇത് വരാം, അതല്ലെങ്കിൽ വാഗൺ ട്രാജഡി എന്ന് പറയുമ്പോൾ ഇത് വരാം. ഒരു എസ്കേപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ സാധനം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്താം. തലമുറകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മക്കളോട് ഇത് പറയും. എന്തെങ്കിലും വിള്ളലുകളോ എന്തെങ്കിലും വിള്ളലുകളോ സൂത്രപ്പണികളോ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ കൊടുത്തോ കുട്ടികളിലേക്ക് അധ്യാപകരുടെയിലേക്ക് കൊടുത്തോ. ഈ പൂട്ടുകൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തോളൂ. ആ പൂട്ടുക, വലിച്ചു നോക്കുക. അത് തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അതൊന്ന് വലിച്ചു നോക്കുക. പൂട്ടിക്കോളൂ. പൂട്ടി വലിച്ചു നോക്കിക്കോളൂ. ആ വിലങ്ങൾ വലിച്ചു നോക്കാം. എന്തെങ്കിലും വിള്ളലുകളുണ്ടോ, എന്തെങ്കിലും സൂത്രപ്പണികളുണ്ടോ എന്നൊക്കെ നോക്കാം. ഈ ആ വില ഒന്ന് ചെക്ക് ചെയ്യാം. 5 കൂട്ടുകൾ ശക്തിയേറിയ ഇരുമ്പ് ചങ്ങലകളാൽ അദ്ദേഹത്തെ ബന്ധിക്കുകയാണ്. വലിയൊരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ ബന്ധിച്ചു നിർത്തുന്നു. 2 ഭാഗത്തായി 12 മൂർച്ചയേറിയ കത്തികൾ അദ്ദേഹത്തിന്റെ തലയുടെ 2 ഭാഗത്തായി അത് ആഴ്ന്നിറങ്ങും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. നോക്കാം. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ മജീഷ്യന്റെ ഈ പ്രകടനം കാണണം. മുകളിൽ നിങ്ങൾക്ക് ഒരു ടൈമർ ഘടിപ്പിച്ച ഒരു ക്ലോക്ക് കാണാം. അതിൽ സൂചി 12ലാണ് നിൽക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് ടൈമർ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 12-ലെത്തുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായി ആ കത്തികൾ അദ്ദേഹത്തിലേക്ക് പതിക്കും. മജീഷ്യൻ ഇങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുകയാണോ? അദ്ദേഹത്തിന് ചിരിക്കാൻ ആവശ്യമുള്ളവരുടെ കഴിയുമെന്ന് തോന്നില്ല. അദ്ദേഹം തന്റെ സർവ്വക്കഴിവുകളും തന്റെ മാജിക്കിന്റെ സർവ്വക്കഴിവുകളും എടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രകടനം അദ്ദേഹത്തിന്റെ കൂട്ടിയ ആദ്യത്തെ കൂട്ടുകളും ആരുടെ കയ്യിലേക്ക് അടുത്ത 60 സെക്കൻഡിലേക്ക് എത്തുകയാണ്. ഈ 10 സെക്കൻഡ് മാത്രമാണ് ഉള്ളത്. 10 സെക്കൻഡിന് 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മുടെ പ്രിയപ്പെട്ട മജീഷ്യൻ ഹാരിസ് താഹ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ അഖണ്ഡത, ഐക്യം, മതനിരപേക്ഷത അതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് പ്രതിഫലിപ്പിക്കുന്നതായിട്ടുള്ള നിരവധി മാജിക് ഷോകൾ നടത്തിയിട്ടുണ്ട്. ഒരു 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിൽ അത്തരത്തിൽ നമ്മുടെ കേരളപ്പിറവി ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊരു പരിപാടി അവിടെയും ഇത് നടത്തുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും, സാർ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവരും ഈ ശ്വാസം അടക്കി പിടിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിപാടി ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു വിലപ്പെട്ട കലാകാരനായി, ഈ രാജ്യത്തും ലോകത്തും അറിയപ്പെടുന്ന ഒരു കലാകാരനായി, മജീഷ്യനായി ഹാരിസ് താഹയ്ക്ക് ഇനിയും ഇതുപോലുള്ള 100 കണക്കിന് സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എസ്കേപ്പിസം എന്ന് പറയുന്ന ഒരു ആക്ട് കണ്ടു. അപ്പോൾ നേരിട്ട് ലൈവായിട്ട് കണ്ടതിൻ്റെ ഒരു അനുഭവം
എന്തായിരുന്നു? വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. പക്ഷേ സാറ് അവസാന നിമിഷം വരെ എങ്ങനെ പുറത്ത് വരുമെന്ന് വളരെ പേടിയോടുകൂടിയാണ് ഇരുന്നത്. ആംബുലൻസ് സ്റ്റാർട്ടായി കിടന്നതും അതൊക്കെ കണ്ടതും ആ ബാക്ക്ഗ്രൗണ്ട് ഇതും സാറിൻ്റെ സംഭാഷണവും എല്ലാം കൂടെ കേട്ടപ്പം സത്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയോട് കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയും സാറിന് പുറത്ത് വരട്ടെ. അവസാനം സാറ് 3, 2, 1 എന്ന് പറയുന്നതിനാകുമ്പോൾ വെച്ചാൽ ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെയേറെ ആകർഷണീയമായി ഈ മാജിക് ഷോ നടത്തിയ ബഹുമാനപ്പെട്ട മജീഷ്യനും അതൊരു നിറസാന്നിധ്യമായി ഉള്ളിലെത്തിയ എല്ലാ വിദ്യാർത്ഥികളും വളരെയേറെ തൃപ്തരാണ്. എല്ലാവർക്കും അതിൽ അതിയായ സന്തോഷമുണ്ട്. തികച്ചും ഗൗരവമേറിയായിട്ടും വളരെ നിസ്സാരമായിട്ടെന്നാൽ അങ്ങേയറ്റം പരിഭ്രമത്തോടു കൂടി അനുവാചകരുടെ ഇടയിൽ വളരെയേറെ ടെൻഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിൽ വിജയിപ്പിച്ച് പൂർത്തിയാക്കിയ മജീഷ്യന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 102 വേദികളിൽ നമ്മളിത് എത്തിക്കും. ഈ ഐറ്റം ഇനി ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം എസ്കേപ്പ് മാജിക് എന്ന് പറയുന്നത് എപ്പോഴും കയ്യാലപ്പുറത്തുള്ള തേങ്ങയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എസ്കേപ്പിസം എന്ന് പറയുമ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ട് ഇപ്പൊ മുന്നേയും സാറ് ബുള്ളറ്റ് പോലെ അല്ലേ അങ്ങനെ ഒരു ആക്ടും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ആക്ട് ഇല്ല, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആക്ടുകൾ ചെയ്തൊരു വ്യക്തി ഞാനാണ്. ഇന്ത്യയിൽ ഇങ്ങനെ സാഹസ്യമായിട്ട് ചെയ്യണം എന്ന് തോന്നിയ ഒരു പ്രചോദനം അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹാരി ഹൗഡിനി എന്ന് പറയുന്ന ഒരു മാന്ത്രികനാണ് എസ്കേപ്പ് മാജിക്കിൻ്റെ രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഒരു പിതാവ് എന്നറിയപ്പെടുന്നത്. രാജകുമാരൻ എന്നൊക്കെ അത് അറിയപ്പെടുന്ന അദ്ദേഹമാണ്. ഇനി അദ്ദേഹമായിട്ടുള്ള പേരിൻ്റെ എന്താണ് സാദൃശ്യമാണെന്ന് എനിക്കറിയില്ല. പണ്ട് തൊട്ടേ മൈൻഡിൽ ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ഈ ചെയ്ത എസ്കേപ്പിസം ഇത് ഈ ഒരു 60 സെക്കൻഡിലേക്ക് കൊണ്ടുവരാൻ എത്ര നാളെടുത്തു? 2 വർഷം എടുത്തു. 2 വർഷം ശരിക്കും പറഞ്ഞാൽ 2 വർഷവും 3 മാസവും എടുത്തു. 2.25 വർഷം എടുത്തു. ഈ 2 വർഷത്തിന്റെ ഒരു ഫലമാണ് 1 മിനിറ്റിൽ ഒറ്റ മിനിറ്റിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് 1 മിനിറ്റിൽ തീരുമോ? കാരണം ടൈമറാണ്. അത് നമ്മൾ എസ്കേപ്പ് ആയാലൊന്നും ടൈമറിന് അറിയത്തില്ല. അവൻ്റെ ജോലി കൃത്യമായി ചെയ്തിരിക്കും. 60 സെക്കൻഡ് പൂർത്തിയായാൽ അവൻ്റെ ജോലി അവൻ കൃത്യമായി ചെയ്തിരിക്കും. അപ്പോൾ പിന്നെ ആദ്യം ടൈമറില്ലാതെ ഞങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റോപ്പ് വാച്ച് വെച്ച് 17 മിനിറ്റ് എടുത്തു. ആദ്യം 17 മിനിറ്റ് 32 സെക്കൻഡ്, 17 മിനിറ്റ് എടുത്തു ആദ്യം. പിന്നെ അത് കുറഞ്ഞ് വന്ന് ലാസ്റ്റ് അത് 5 മിനിറ്റായി, 3 മിനിറ്റായി, 2 മിനിറ്റായി, 1 മിനിറ്റായി. ഈ 1 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും വഴക്കായിരുന്നു. കാരണം എന്തെങ്കിലും 100% അവർ തന്നെയാണ് എൻ്റെ ബാക്ക് ബോൺ. അവർ തന്നെയാണ്. കാരണം ഇവരാരും സാലറി ബേസ്ഡ് ടീമാണെന്നല്ല, എല്ലാം പ്രൊഫഷണൽസാണ്. അധ്യാപകരുണ്ട്, ഡോക്ടറുണ്ട്, സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന വ്യക്തിയുണ്ട്. ഇവരെല്ലാവരും നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ 100%. കാരണം സാറിനെ പോലുള്ള മജീഷ്യൻ ഇവിടെ ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ചരിത്രമായാലും ടെക്സ്റ്റ് ബുക്കുകളായാലും ഒക്കെ തന്നെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ചരിത്രം കുട്ടികളെ ഏറ്റവും നന്നായിട്ട് അനുഭവത്തിലൂടെ എത്തിക്കാം എന്നുള്ളത് കൂടിയാണ് സാർ ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള മജീഷ്യൻസും നമ്മുടെ സമൂഹത്തിൻ്റെ മാതൃക തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ ജഗനോടൊപ്പം രജിത, ടീം കല്ലമ്പലം മീഡിയ.